ഈ അടുത്തൊരു 50 വയസ്സുള്ള ഒരു അമ്മ 2 ആഴ്ചത്തോളം മൂത്രത്തിപ്പഴുപ്പിൻ്റെ ലക്ഷണങ്ങളായിരുന്നിട്ട് അത് പക്ഷേ വെള്ളം കുടിച്ചാൽ മാറിക്കോളും എന്ന് വിചാരിച്ച് 2 ആഴ്ചയ്ക്ക് ശേഷമാണ് എൻ്റെ അടുത്ത് വരുന്നത്. അന്ന് യൂറിൻ ടെസ്റ്റ് ചെയ്തപ്പം അതിൻ്റെ ഒരു സിവിയർ ഭാഗത്തിലേക്ക് അത് എത്തിയിരുന്നു. അപ്പോൾ അതുവരെ എത്തുന്നതിന് മുന്നേ തന്നെ വന്ന് ടെസ്റ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. നമസ്കാരം, എൻ്റെ പേര് ഡോക്ടർ സ്നേഹ. ഞാൻ മജീസ് മെഡിക്കൽ സെൻ്ററിൽ റെസിഡൻറ്റ് മെഡിക്കൽ ഓഫീസറായി വർക്ക് ചെയ്യുന്നു. പലരും പുറത്ത് പറയാൻ മടിക്കുന്ന അഥവാ തക്ക സമയത്ത് ചികിത്സ തേടിയില്ലെങ്കിൽ കോംപ്ലിക്കേഷൻ കൂടുന്ന ഒരു അസുഖമാണ് മൂത്രത്തിപ്പഴുപ്പ് അഥവാ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ. പുരുഷന്മാരെക്കാൾ കൂടുതൽ സ്ത്രീകളിലാണ് ഇത് കൂടുതൽ കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മിക്കപ്പോഴും അതൊരു സാധാരണ അസുഖമായി അഥവാ ഇത് വലിയ പ്രശ്നമുള്ള കാര്യമല്ല എന്നുള്ള രീതിക്ക് ഒഴിവാക്കുന്ന ഒരു പ്രവണത കണ്ടുവരാറുണ്ട്. മൂത്രം ഒഴിക്കുമ്പോഴുള്ള കടച്ചിൽ, മൂത്ര ചുടിച്ചിൽ എന്ന് പറയും, ചൂട്, അഥവാ പിന്നെയും മൂത്രം ഒഴിക്കാനുള്ള ടെൻഡൻസി, അടിവയർ വേദന, അടിവയറിലുള്ള വേദന മുതുകിലേക്ക് പകരുന്നത് പോലെ അഥവാ കാലിലേക്കുള്ള വേദന, ഇതൊക്കെയാണ് പൊതുവെയുള്ള മൂത്രത്തിപ്പഴുപ്പിൻ്റെ ലക്ഷണങ്ങൾ. മൂത്രത്തിപ്പഴുപ്പിനെ ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 2-3 ലിറ്റർ വെള്ളമെങ്കിലും ദിവസേന കുടിച്ചേക്കുക. അതുപോലെ തന്നെ പങ്കാളിയുമായി ബന്ധപ്പെടുന്ന സമയത്ത് മുന്നേയും ശേഷവും മൂത്രം ഒഴിക്കുക. പേഴ്സണൽ ഹൈജീൻ, വജൈനയും ചുറ്റുമുള്ളതെല്ലാം വളരെ നന്നായി ക്ലീൻ ചെയ്ത് സൂക്ഷിക്കുന്നതും ഇതിന് അനിവാര്യമാണ്.